അസ്സലാമുഅലൈക്കും, നമസ്കാരം. ഒരു പുതുപുത്തൻ ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏതൊരാളും കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. ഈ വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചെമ്പ്രവട്ടം അത്താണിപ്പടിയിലുള്ള ഡോക്ടർ ഷെഫീഖ് വൈഫ് ഷിഫ ദമ്പതികളുടെ ഒരു മനോഹരമായ ഒരു വീടാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. ഇതാണ് കേട്ടോ ഈ വീടിന്റെ മെയിൻ കോമ്പൗണ്ട് ഗേറ്റ് വരുന്നത്. വീടിന്റെ ഗേറ്റിനോട് ചേർന്ന് തന്നെ കോമ്പൗണ്ട് വാളായിട്ട് ദ ഹൗസ് നെയിം എഴുതിയിട്ടുണ്ട്, സ്നാപ്സ് വില്ലേജ് എന്ന്. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമ്മളിതേ മെയിൻ എൻട്രൻസിലൂടെ അകത്തേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു വീടല്ല കേട്ടോ, വലിയൊരു കോമ്പൗണ്ടിൽ 5 ഒരുപോലെ ഡിസൈനിങ് വരുന്ന വീടാണ് ഈ കാണുന്നത്. ഇതെന്ന് വെച്ചാൽ 5 മക്കളുടെ വീടാണ് കേട്ടോ, ഏട്ടനനിയന്മാരുടെ ഒക്കെ വീടാണ്. അപ്പൊ നമ്മുടെ സ്നാപ്സ് വില്ലേജ് എന്ന് കണ്ടില്ലേ, അത് ഇവര് 5 മക്കളുടെയും പേരിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് കേട്ടോ ആ പേര് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കോമ്പൗണ്ടിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. 2 വശത്തായിട്ടും ഇതുപോലെ ചെടികളും പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല രസമാണ്. നമ്മളൊരു പാർക്കിലൊക്കെ പോയ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇവിടെ. ഈ 5 വീട്ടിൽക്കും കൂടിയുള്ള മെയിൻ എൻട്രൻസിലൂടെ ആണ് കേട്ടോ നമ്മളിപ്പോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമ്മളെ വീട് വരുന്നത് ഏറ്റവും ലാസ്റ്റിലാണ്. അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്, പക്ഷെ നമുക്ക് ബോറടിക്കൂല കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ, 2 വശത്തായിട്ടും ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ട്. ഇത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട്. ഏകദേശം 4200 സ്ക്വയർ ഫീറ്റിൽ ഇരുനിലയിലായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ വീട് വരുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോഴേ നമ്മുടെ ഈ വീട് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ടും സൈഡിലായിട്ടൊക്കെ ഒരുപാട് മുറ്റം വരുന്നുണ്ട് കേട്ടോ. ഇത് ഈ കാണുന്ന ഗേറ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ വീട്ടിലേക്കുള്ള ഗേറ്റ് വന്നിട്ട്. ഫ്രണ്ടില് മൊത്തത്തിൽ നാച്ചുറൽ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളത്. സ്ലൈഡിംഗ് ഗേറ്റ് ആണ് കേട്ടോ വരുന്നത്. നമ്മൾ ഗേറ്റിനോട് ചേർന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സിറ്റിംഗ് ഏരിയ പോലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കിലേക്ക് വരികയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒതുക്കത്തിൽ എന്നാൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കാർപോച്ചിന്റെയും അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലേക്കൊക്കെ വരുന്ന ആ ഭാഗത്തുള്ള പില്ലറിലൊക്കെ ആയിട്ട് ക്ലാഡിംഗ് സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. 400-450 സൈസിൽ നമ്മുടെ സിറ്റ് ഔട്ടിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഇടതുവശത്താണ് കേട്ടോ കാർപോച്ച് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മുടെ സിറ്റ് ഔട്ടിന്റെ വലത് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ എക്സ്റ്റീരിയർ ലുക്കിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഷോവാളൊക്കെ വന്നിട്ട് ഇതുപോലെ തന്നെ ക്ലാഡിംഗ് സ്റ്റോൺ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ വീട് മൊത്തത്തിൽ സ്പോക്ക് ലൈറ്റ്സും LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പുറത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ? അപ്പൊ ഇനി നമുക്ക് സിറ്റ് ഔട്ടും ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കിയാലോ. സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ 3 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിലൊക്കെ ആയിട്ട് വരുന്നത് മാർബിൾ ആണ്. 626-360 സൈസിൽ വലിയൊരു സിറ്റ് ഔട്ട് ആണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ആയിട്ടാണ് കേട്ടോ ഫർണിച്ചേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 4 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ നല്ല ഭംഗിയിൽ വരുന്ന വുഡിന്റെ ചെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് ഫ്രണ്ടിലായിട്ട് തന്നെ വലിയൊരു വുഡിന്റെ ടീ ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയറൊക്കെ ഇരിക്കുന്നതിന്റെ ആ ഒരു ബാക്ക് വോൾ ആയിട്ട് നോക്കിയാൽ ഒരു 4 ഡോർ വരുന്ന വിൻഡോ വരുന്നുണ്ട്. ഇനി നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടും ഇതുപോലെ സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് കേട്ടോ. L ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്.
നല്ല വീതിയിലും നീളത്തിലും ഒക്കെ ആണ് കേട്ടോ ഇവിടുത്തെ ചെയ്തിട്ടുള്ളത്. ബേസിലായിട്ട് വുഡാണ് വരുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് റെയിലിംഗ് ഒക്കെ വരുന്നത് സ്റ്റീലും വുഡും കൂടിയാണ്. ഇനി ഇവിടുത്തെ സീലിംഗ് നോക്കിയാലും വളരെ മനോഹരമായിട്ട് ഒരു വുഡൻ ടച്ചിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ വുഡിന്റെ ഇതുപോലെ ഡിസൈൻ കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ കുഞ്ഞു ഷോ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇവിടെ ഫ്ലോറിലായിട്ടൊക്കെ നമ്മൾ ആ ഒരു സ്റ്റെപ്പിൽ കണ്ടില്ലേ, ആ സെയിം മാർബിൾ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ വരുന്നത്. ഡോറിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ 2 സിംഗിൾ വിൻഡോസും വരുന്നുണ്ട്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള 2 ഹാൻഡിൽസും വരുന്നുണ്ട്. നമ്മുടെ ഈ വീട് മൊത്തത്തിൽ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് തേക്കിന്റെ വുഡാണ് കേട്ടാ. ഇനി നമ്മുടെ ഡോറിന് മുകളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ അറബിക് കാലിഗ്രാഫി ചെയ്തിട്ടുണ്ട്. അതും വുഡിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇനി ഇതാ നമ്മൾ അകത്തേക്ക് കയറുകയാണേ. കയറി വരുമ്പോഴേ നമ്മൾ എത്തുന്നത് ഫോയറിലേക്കാണ് കേട്ടാ. എത്ര ഭംഗിയിലാണെന്നറിയോ നമ്മുടെ ഈ ഫോയറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടത്തെ ഈ ഭാഗത്തെ വോളിലായിട്ട് നല്ല ഭംഗിയിൽ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ആയിട്ട് വുഡിന്റെ നല്ല ഭംഗിയിൽ ഒരു കബോർഡ് വരുന്നുണ്ട്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു ഷൂ റാക്കും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഈ വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു ഷെൽഫിന് മുകളിലായിട്ടും നല്ല ഭംഗിയിൽ എസ്തെറ്റിക് ആയിട്ടുള്ള ഡിസൈൻസും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡോറിന്റെ 2 വശത്തായിട്ടും സിംഗിൾ വിൻഡോസ് വരുന്നില്ലേ, അതിലൊക്കെ റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ ഫോയറിലെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ നീളത്തിൽ ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ ഇത് ഇവിടെ ഇടതുവശത്തായിട്ടാണ് കേട്ടോ ലിവിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. അതിന്റെ എൻട്രൻസിലായിട്ട് ഇതുപോലെ വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. 340-480 സൈസിൽ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഇവിടെ ലിവിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതേ ലിവിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ വരുന്ന സോഫ സീറ്റർ ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എൽ ഷേപ്പിലാണ് വരുന്നത്. അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. നല്ലൊരു ഓഫ് വൈറ്റ് കളർ ഷെയ്ഡിലാണ് കേട്ടോ സോഫ സീറ്റർ ഒക്കെ വരുന്നത്. ഇനി അതിന്റെ ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ കാർപ്പറ്റ് ഒക്കെ വിരിച്ചിട്ട് അതിന് നടുക്കായിട്ട് വുഡിന്റെ ടീ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സോഫ ഇരിക്കുന്നതിന്റെ ഈ ഭാഗത്തെ ബാക്ക് വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ വിൻഡോ വരുന്നുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. നമ്മുടെ സോഫയ്ക്കൊക്കെ മാച്ച് ആവുന്ന തരത്തിൽ നല്ല ഭംഗിയിലുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത്. കൂടാതെ ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ആ ഒരു വോളിലായിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു വോൾ ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആ ഒരു വോളിലായിട്ട് നോക്കിയാൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ വോളിലായിട്ടാണ് നമ്മുടെ TV യൂണിറ്റും ഒരുക്കിയിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും ആ താഴ്ഭാഗത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഡ്രോയർ ഉണ്ടല്ലോ, നല്ല രസമില്ലേ അത് കാണാനായിട്ട്. ഇനി ഇതാണ് കേട്ടോ നമ്മുടെ ലിവിംഗ് ഏരിയയിൽ സീലിംഗിൽ ഡിസൈൻ വന്നിട്ട് ഇതൊക്കെ വുഡിലാണ് വരുന്നത്. ഈ വുഡൊക്കെ വന്നിട്ട് തേക്കന്നാണ് കേട്ടാ. ഇനി ഇതേ ഈ ഒരു ഭാഗത്തായിട്ടുള്ള വോളിൽ നോക്കിയാൽ നമ്മുടെ ഫോയറിനെയും ലിവിംഗ് ഏരിയനും കൂടി പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഒരു പാർട്ടീഷൻ വോളാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഡിസൈൻസ് ഒക്കെ അതിനുള്ളിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാവേ. ഇവരും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മൾ ഫോയറിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ അതിന്റെ ആ എൻട്രൻസിലായിട്ട് തന്നെ ഇതുപോലൊരു വലിയ രീതിയിൽ തന്നെ വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഹോളിലേക്ക് വരുമ്പോഴേ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റെയർ ആണ് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ വളരെ മനോഹരമായ രീതിയിൽ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു ഫാമിലി ലിവിംഗും വരുന്നുണ്ട്. ഇവിടെ മൊത്തത്തിൽ നമ്മുടെ കട്നി മാർബിൾ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. 475-382 സൈസിൽ വരുന്ന ഈ ഒരു ഹോളിലായിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ഭാഗത്ത് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ടേബിൾ ഒക്കെ വന്നിട്ട് 10 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ. ടേബിൾ ആയാലും ഒപ്പം ചെയർ ആയാലും ഒക്കെ വളരെ പ്രീമിയം ലുക്കിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മുടെ സ്റ്റെയർ കേസ് വരുന്നില്ലേ, അതിന്റെ താഴ്ഭാഗത്തായിട്ട് നോക്കിയാൽ അവിടെ ഒരു അയൺ ഏരിയ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ വോളിലായിട്ട് ഇതുപോലെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ തന്നെ ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അത്യാവശ്യം വലിയൊരു ടേബിൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ആ വോളിലായിട്ട് തന്നെ അയൺ ബോക്സ് വെക്കാനുള്ള സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് നമ്മൾ
നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എത്ര ഭംഗിയിലാണെന്നറിയോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ അവിടെ അതേ വുഡൻ പാനലിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അവിടെ ആയിട്ട് കുഷൻ ടൈപ്പിൽ ഒരു സീറ്ററും കൊടുത്തിട്ടുണ്ട്. അതിന് താഴ്ഭാഗത്തായിട്ടും ഇതുപോലെ ഡ്രോയർ വരുന്നുണ്ട് കേട്ടോ. താഴ്ഭാഗത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലായാലും കൂടാതെ മുകളിലായിട്ടൊക്കെ പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിലും ഈ ഒരു വോളും വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷോ വാളിലായിട്ട് ലൂവേഴ്സ് വെച്ചിട്ടും അതിനൊരു സൈഡിലായിട്ട് ഒരു കുഞ്ഞു സൈഡ് ടേബിൾ പോലെ ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ ഹാഫ് സർക്കിൾ മിററൊക്കെ കൊടുത്തിട്ട് എന്ത് ഭംഗിയാണെന്നറിയോ കാണാന്. ഈ വോളിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അത് നമുക്ക് കിച്ചണിൽ നിന്ന് കാണാട്ടോ. ഇനി ഇവിടെ ഇങ്ങനെ ഓപ്പൺ കബോർഡ്സ് വരുന്നുണ്ട്. അതിനുള്ളിലൊക്കെ നല്ല ഭംഗിയിൽ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ട് എന്ത് രസാന്നറിയോ. ഇവിടുത്തെ ഭംഗി ആസ്വദിച്ച് നടക്കുന്ന ഇന്റെ കോപ്രായങ്ങൾ നിങ്ങൾ ഈ ഗ്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും. അതും നിങ്ങൾ മൈൻഡ് ആക്കണ്ട കേട്ടോ. എന്തായാലും നല്ല ഭംഗിയില്ലേ ഈ ഒരു ഏരിയ കാണാനായിട്ട്. നമ്മുടെ ഈ മിററിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഡൈനിങ്ങിൽ ഇങ്ങനെ ഒരു മിറർ അടിപൊളിയല്ലേ. ഈ ഡൈനിങ് ഏരിയക്ക് ഇത്രയും മുഞ്ചു കൂട്ടുന്നത് ഈ ഒരു സ്റ്റെയറിന്റെ ഡിസൈൻ ആണ് കേട്ടോ. നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ നേരെ മുകളിലായിട്ട് നോക്കിയാൽ സീലിംഗ് വന്നിട്ട് ഡബിൾ ഹൈറ്റിലാണ്. ആ ഭാഗത്ത് നല്ല ഭംഗിയിൽ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ ആ ഭാഗത്തെ ഡിസൈനിങ് ഒക്കെ വേറെ ലെവലാണ്. വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിൽ വരുന്ന ഈ ഒരു ഡിസൈനെ ഒന്നും കൂടി ലക്ഷറി ആക്കുന്ന തരത്തിൽ ഗോൾഡൻ മെറ്റൽസ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ ബാക്കി വരുന്ന ആ സീലിംഗിലൊക്കെ ആയിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ സ്പോക്ക് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഹോള് കണ്ട് നിന്നാ മതിയോ? ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങളൊക്കെ നോക്കണ്ടേ. ഇവിടെ വാഷ് ബേസിന് വന്നിട്ട് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. ഈ ഭാഗത്തായിട്ട് തന്നെയാണ് കിച്ചണും കാര്യങ്ങളൊക്കെ വരുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി അവിടുന്ന് ഈ ഒരു വോളിലായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിൽ ഒരു വോളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഭാഗത്തായിട്ട് തന്നെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അത് നോക്കല്ലേ. ഈ വീട്ടിലെ ടോട്ടൽ 5 ബെഡ്റൂം ആണ് കേട്ടോ വരുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂം ആണ് കേട്ടോ ഇത്. 480-390 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം വരുന്നത്. ഇവിടുത്തെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വുഡിന്റെ കോട്ടാണ് കേട്ടോ വരുന്നത്. ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് നോക്കിയാൽ ഇതുപോലെ ഒരു ഓഫ് വൈറ്റ് കളറിലെ കുഷൻ ടൈപ്പിലാണ് വരുന്നത്. ഒരു സൈഡിലായിട്ട് തന്നെ സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു വോളിലായിട്ട് നോക്കിയാൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വോൾ ഡിസൈൻ ആണ് കേട്ടോ. നല്ല മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ആ ഒരു ഓഫ് വൈറ്റ് കളറിൽ തന്നെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഫാബ്രിക്കിലാണ് റോമൻ ബ്ലൈൻഡ്സ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ ഒരു സ്റ്റഡി ഏരിയ ചെയ്തിട്ടുണ്ട്. ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നടുക്കായിട്ട് ഇതുപോലെ 2 കബോർഡ് വരുന്നുണ്ട് കേട്ടോ. ഇനി ആ 2 വശത്തായിട്ടും കബോർഡ് അല്ലേ വരുന്നത്? എന്നാ അല്ല കേട്ടോ. അതൊന്ന് നോക്കി നിങ്ങള്. ആ 2 വശത്തായിട്ടും വരുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഇരിക്കാനുള്ള സീറ്റർ ആണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് അത് പുറത്തെടുക്കാനും പറ്റും. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറയോ അവിടെ ഇങ്ങനെ ഒരു ചെയർ ഉണ്ടെന്ന്? ഇതെന്തായാലും ഒരു കിടിലം ഫീച്ചർ തന്നെയല്ലേ. ഈ റൂമിൽ ഇതുപോലെ വേറെയും സീക്രട്ട് ഏരിയാസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് വഴിയെ കാണാവേ. ഇനിയിപ്പോ അവിടുന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സ്ലൈഡിംഗ് ഡോർ ആണ് വരുന്നത്. വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് കേട്ടോ ഈ വാൾഡ്രോബ് വന്നിട്ടുള്ളത്. അതിന് ഈ സൈഡിലായിട്ട് നോക്കിയാൽ ഇതുപോലെ വുഡൻ ടച്ചിൽ ഓപ്പൺ കബോർഡ്സും വരുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് വരുന്നത്. ഇനി നമ്മുടെ വാൾഡ്രോബിനോട് ചേർന്നിട്ട് കാണുന്ന ഡോറില്ലേ, ഇതെന്തായിരിക്കും? ബാത്റൂം ആണല്ലേ നിങ്ങൾ കരുതിയത്? എന്നല്ല കേട്ടോ. സ്ലൈഡിംഗ് ഡോർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത് തുറന്ന് അകത്തേക്ക് വന്നാൽ ഇവിടെ വീണ്ടും ഒരു വാൾഡ്രോബും ഒരു ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ അടുത്തായിട്ട് തന്നെ ഒരു ബാത്റൂമും വരുന്നുണ്ട്. ഇവിടെ ഓരോ റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ്. ഈ ഒരു ഏരിയനെ ഹൈഡ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു ഡോർ കൊടുത്തത് അത് അടിപൊളിയായില്ലേ. ഇനി ഇവിടെ ആയിട്ട് തന്നെ ബാത്റൂം വരുന്നുണ്ട്. ഡോറൊക്കെ വന്നിട്ട് FRP ഡോർ ആണ് കേട്ടോ. 150-260 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വരുന്നത്. വോളിലായിട്ടൊക്കെ മൊത്തത്തിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഇറ്റാലിയൻ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു കോർണറിലായിട്ട് തന്നെ വലിയൊരു സ്ക്വയർ മിററും ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്.
ഇനി ഇവിടെ എല്ലാ റൂമിലുള്ള ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ ഈ ഡോറിന് പിന്നിൽ കാണുന്ന ഈ ഒരു ഹാങ്കർ. ഇത് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ നിവർത്താനും പറ്റും, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മടക്കി വെക്കാനും പറ്റേ. ഇനി നമ്മൾ തിരിച്ച് ഹാളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഫോയറിൽ നിന്ന് ഹാളിലേക്ക് വരുമ്പോൾ ഇടത് ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഹാള് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ടൊരു ഫാമിലി ലിവിംഗ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ബേജ് കളറിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു വോൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ. കൂടാതെ നമ്മൾ നേരെ കാണുന്ന ആ ഒരു ഡോർ വന്നിട്ട് പ്രെയർ ഹോൾ ആണ്. അതിന് ഈ വശത്തായിട്ടും ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ആ വോളായിട്ട് നല്ല ഭംഗിയിൽ ഒരു വോളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെയും ഒരു TV യൂണിറ്റും ഒരുക്കിയിട്ടുണ്ട്. ഇനി ഈ ഹോളിലെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഒരു വുഡൻ ബ്ലാക്ക് കളർ തീമിലാണ് കേട്ടോ നടുക്ക് ഡിസൈൻ വന്നിട്ടുള്ളത്. കൂടാതെ മൊത്തത്തിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ടോട്ടൽ 3 ബെഡ്റൂം ആണ് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. 480-390 സൈസിൽ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ 2 സിംഗിൾ കോട്ട് 2 വശത്തായിട്ട് വരുന്നുണ്ട്. കൂടാതെ നടുക്കായിട്ട് വുഡിന്റെ ഒരു ടേബിൾ വരുന്നുണ്ട്. ഒരു ചെയറും കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നല്ല ഭംഗിയിൽ കാർപ്പറ്റ് ഒക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ കോട്ടിന്റെ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ 2 വശത്തായിട്ടും 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. കൂടാതെ ആ വോള് നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നടുക്ക് നല്ല ഭംഗിയിൽ ഒരു വോൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ വോളിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ 2 വശത്തായിട്ടും നല്ല ഭംഗിയിൽ വരുന്ന 2 ഹാങ്ങിങ് ലൈറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് ഈ ഒരു വോളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ വലിയൊരു വിൻഡോയും വരുന്നുണ്ട്. അവിടെയും റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. നമ്മുടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വാൾഡ്രോബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മൊത്തത്തിൽ ഒരു ഓഫ് വൈറ്റ് വുഡ് ആ ഒരു കളർ തീമിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒത്തിരി സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തന്നെയാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടുത്തെ സീലിംഗ് നോക്കുകയാണെങ്കിൽ മെയിൻ ഹൈറ്റ് കാണുന്ന ഭാഗത്ത് ഇതുപോലെ LED ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ സൈഡിലായിട്ട് L ഷേപ്പിൽ വുഡിന്റെ ഒരു ഡിസൈൻ പോകുന്നുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഈ റൂമിലായിട്ട് ബാത്റൂമും അതുപോലെ ഒരു വാൾഡ്രോബും കൂടി ഈ ഒരു ഏരിയയിലായിട്ടാണ് കേട്ടോ വരുന്നത്. നേരെ കാണുന്ന ആ ഒരു വോളിലായിട്ട് ഒരു ഓഫ് വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിൽ വലിയൊരു കബോർഡ് വരുന്നുണ്ട് കേട്ടോ. കൂടാതെ ഈ വശത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. അവിടെ വന്നിട്ട് നോക്കിയാലും ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ മൊത്തത്തിൽ ടൈല് കൊടുത്തിട്ടാണ്. ഈ ഒരു കോർണറിലായിട്ട് ഒരു സ്ക്വയർ മിററും വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സൗകര്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. 255-167 സൈസ് ആണ് കേട്ടോ ഈ ബാത്റൂം. ഇനി നമുക്ക് ഇവിടുത്തെ പ്രെയർ ഹോള് നോക്കാം. 370-186 സൈസിലാണ് കേട്ടോ ഈ പ്രെയർ ഹോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിലായിട്ട് നോക്കിയാൽ ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ കാർപ്പറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വോളിലായിട്ട് പകുതിയിൽ ടൈല് കൊടുത്തിട്ട് അതിന്റെ ടോപ്പിലായിട്ട് ഇതുപോലെ വുഡൻ ഫ്രെയിമിൽ അറബിക് കാലിഗ്രാഫി ഒക്കെ എഴുതിയിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ നടുക്കായിട്ട് തന്നെ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഒരു ഡബിൾ ഡോർ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് കീപ്പിങ്ങിനൊക്കെ പറ്റുന്ന രീതിയിൽ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു കുഞ്ഞു ടേബിളും അതുപോലെ ഒരു ഷെൽഫും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. 480-360 സൈസിൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ മനോഹരമായ ഡിസൈനിലാണ് കേട്ടോ ഇവിടെ ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ കിങ് സൈസിൽ തന്നെ ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റിന്റെ ഭാഗമൊക്കെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ കുഷ്യൻ ടൈപ്പിലാണ് വരുന്നത്. നല്ല ഭംഗിയിൽ വരുന്ന ഒരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഈ റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കോട്ടിന്റെ 2 സൈഡിലായിട്ടും സൈഡ് ടേബിൾ വരുന്നുണ്ട്. കൂടാതെ ബാക്ക് വോളിലായിട്ട് നോക്കിയാലും ഇതുപോലെ 2 വശത്തായിട്ടും 2 സിംഗിൾ വിൻഡോസും കൊടുത്തിട്ടുണ്ട്. ബാക്ക് വോളിലായിട്ട് കൊടുത്ത ഡിസൈൻ ആയാലും കൂടാതെ ആ ഒരു 2 ഹാങ്ങിങ് ലൈറ്റ്സ് ആയാലും സിംപ്ലി സൂപ്പർബാണ്. ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വിൻഡോയിൽ ചെയ്തിട്ടുള്ളത് ബേ വിൻഡോ കൺസെപ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഡൈനിങ് ഏരിയയിൽ കണ്ടില്ലേ, അതുപോലെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ആണ് കേട്ടോ ഇവിടെയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഡ്രോയറും കൂടാതെ ഈ ഒരു ഭാഗത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്.
ഇനി നമ്മുടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് വോളിലായിട്ട് നോക്കിയാൽ ഇവിടെ ഒരു ഡബിൾ ഡോർ വരുന്ന വാൾഡ്രോബ് വരുന്നുണ്ട്. ഒരു ഓഫ് വൈറ്റും ആൻഡ് വുഡ് കളറിലാണ് കേട്ടോ വരുന്നത്. കൂടാതെ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു വോളിലായിട്ട് തന്നെ നല്ല ഭംഗിയിൽ തന്നെ ഒരു മിററും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ സീലിംഗിലെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ രണ്ടാമത്തെ ബെഡ്റൂമിലെ സീലിംഗ് ഡിസൈൻ കണ്ടില്ലേ, ഏകദേശം ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു റൂമിലായിട്ട് നോക്കുകയാണെങ്കിലും നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തായിട്ടും നീളത്തിൽ വലിയൊരു വാൾഡ്രോബിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ഡോർ ആണ് കേട്ടോ വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് വുഡ് കളർ തീമിലാണ് വരുന്നത്. കൂടാതെ നേരെ കാണുന്ന ഒരു വോളിലായിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ ആ മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം നോക്കുകയാണെങ്കിൽ നമ്മൾ മറ്റ് 2 ബാത്റൂമുകൾ കണ്ടില്ലേ, ഏകദേശം ആ ഒരു സെയിം മോഡൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ടൈൽസിന്റെ കളറൊക്കെ ഏകദേശം ആ ഒരു സെയിം തന്നെയാണ്. 210-193 സൈസിൽ അത്യാവശ്യം സൗകര്യത്തിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ബാത്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിത് നമ്മുടെ കിച്ചണൊക്കെ വരുന്ന ആ ഒരു ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. നമ്മൾ ഇവിടുത്തെ വാഷ് ബേസിന് കണ്ടിട്ടില്ലല്ലോ, അപ്പൊ നമുക്ക് അത് നോക്കാം. നമ്മുടെ ഈ വാഷ് ബേസിന് വരുന്നത് നമ്മളെ ഹോളിൽ നിന്നൊക്കെ കുറച്ച് ഹൈഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. ഇവിടെ ബാക്ക് വോളിലായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു ബ്ലാക്ക് ടൈല് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഡിസൈനിലൊക്കെയാണ് മിററും കൊടുത്തിട്ടുള്ളത്. അതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ കിടില ലുക്കാണ് കേട്ടോ. ഇനി ഇവിടെ ബേസിലായിട്ട് നോക്കിയാൽ ഗ്രാനൈറ്റ് ആണ്. 2 വശത്തായിട്ട് ഒരേ മോഡലിൽ വരുന്ന 2 വാഷ് ബേസിൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്തായിട്ട് ഒരു ഡ്രോയറും വരുന്നുണ്ട്. ഇനി നമ്മൾ തിരിച്ചതേ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഒരു ഡൈനിങ് ഹാൾ ഒരുക്കിയിട്ടുണ്ട്. 450-363 സൈസിലാണ് കേട്ടോ ഇവിടെ ഇത് ചെയ്തിട്ടുള്ളത്. 8 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെ വലിയൊരു ടേബിളും വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഫാമിലി ഡൈനിങ് എന്നൊക്കെ വിളിക്കാട്ടോ. നല്ല ഭംഗിയിലാണ് കേട്ടോ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ ടേബിളിന്റെ ചെയർ നോക്കുകയാണെങ്കിലും വുഡിന്റെ നല്ല ഭംഗിയിൽ ഡിസൈൻ ഒക്കെ വരുന്ന ഒരു ചെയർ തന്നെയാണ്. ഇനി നമ്മുടെ ഈ ഡൈനിങ് ഏരിയയിലില്ലേ, നമ്മുടെ വാഷ് ബേസിനോടൊക്കെ ചേർന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ. അവിടെ ആയിട്ട് ഇതുപോലെ ഒരു വുഡിന്റെ ടേബിളും ഒരു വുഡിന്റെ ഒരു കുഞ്ഞു ഷെൽഫും വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോളിലെ കോമൺ ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോ റൂമിലൊക്കെ കണ്ട ബാത്റൂമിനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടെ ചെറുതാണ് കേട്ടോ. ഇനി നമ്മൾ തിരിച്ചതേ ഈ ഹോളിൽ തന്നെ വരുമ്പോൾ ഇതാ നേരെ കാണുന്ന ആ ഒരു വോളിലായിട്ട് തന്നെ ഒരു വിൻഡോ വരുന്നുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇനി നമ്മളിത് ഈ മറുവശത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഒരു ബ്രൗൺ ഷെയ്ഡിൽ ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടാണ് കേട്ടോ ആ വോളിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ആ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ആ ഒരു വോളിലായിട്ട് തന്നെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു വോൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നല്ല ഭംഗിയിൽ തന്നെ ഒരു വുഡിന്റെ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ വോളിലായിട്ട് തന്നെ ഒരു വോൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ സീലിംഗ് ഒന്ന് നോക്കിയേ, എത്ര മനോഹരമായിട്ടാണെന്നറിയോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ആ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തപ്പോ നല്ല ഭംഗിയില്ലേ കാണാന്. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞെങ്കിൽ ഇനി നമുക്ക് കിച്ചൺ പോയി നോക്കിയാലോ. വുഡൻ ഗ്ലാസ് തീമിലാണ് കേട്ടോ നമ്മുടെ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡോറിന്റെ ആ ഒരു വുഡൻ പാനലിംഗ് ഒക്കെ അത്യാവശ്യം വലിയ രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഡോർ വന്നിട്ട് സ്ലൈഡിംഗ് ഡോറും ആണ്. 450-362 സൈസിൽ വളരെ മനോഹരമായിട്ട് ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് കേട്ടോ ഈ കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മളത് ഡോർ തുറന്ന് കയറി വരുമ്പോഴേ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇങ്ങനെ ഒരു ഏരിയ വരുന്നുണ്ട് കേട്ടോ. അവിടെ ആയിട്ട് ഒരു കുഞ്ഞു കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട്. ടോപ്പിലായിട്ട് തന്നെ നമ്മുടെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ താഴ്ഭാഗത്തായിട്ട് കബോർഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്നാൽ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ഇവിടെ ഈ ഒരു ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഇതിന്റെ താഴ്ഭാഗത്തെ കബോർഡ്സ് ഒക്കെ ഒന്ന് തുറന്നു നോക്കാം. ഇനി അതിനോട് ചേർന്നത് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ടോൾ യൂണിറ്റ് ആണ്. വളരെ മനോഹരമായ രീതിയിൽ കിച്ചൺ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കൊണ്ടുവരാൻ പറ്റിയ അടിപൊളി യൂണിറ്റ് എന്നാണ് കേട്ടോ ഇത് വന്നിട്ട്. ഇതിനുള്ളിലായിട്ട് സെൻസർ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒത്തിരി ക്യാബിൻസ് വരുന്നുണ്ട് കേട്ടോ. അത് നമുക്കിത് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വലിച്ചിട്ട് പുറത്തേക്ക് എടുക്കാനും അത് കഴിഞ്ഞിട്ട് നമുക്ക് അതേ ഉള്ളിലേക്ക് തന്നെ വെക്കാനൊക്കെ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിൽ ഒത്തിരി സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഇത് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി അതിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഫ്രിഡ്ജിന്റെ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മുടെ ഫ്രിഡ്ജിനോട് ചേർന്ന് ആ ഒരു കോർണറിലായിട്ട് ഇതുപോലെ ഒരു കുഞ്ഞു റാക്ക് പോലെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇരിക്കാനൊക്കെ കഴിയുന്ന രീതിയിൽ ഒരു സീറ്റ് പോലെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞില്ലേ, ഇനി നമ്മൾ ഇത് അവിടുന്ന് ഈ ഒരു വശത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ സി ടൈപ്പിലായിട്ട് തന്നെ റാക്ക് ചെയ്തിട്ടുണ്ട്. ആ റാക്കിന്റെ തുടക്കത്തിലായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഓവൻ സ്പേസ് ഒക്കെ ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് കിച്ചണിലെ ഐറ്റംസ് ഒക്കെ വെക്കാവുന്ന തരത്തിലൊക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് ഇങ്ങോട്ട് ഇതേ സി ടൈപ്പിൽ റാക്ക് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ റാക്കിലായിട്ട് തന്നെ ഗ്യാസ് സ്റ്റൗ വരുന്നുണ്ട്. കൂടാതെ നമ്മൾ ഈ ഒരു വശത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ വലിയ 2 സിങ്കും കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ടും ഇതുപോലെ ക്യാബിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. കൂടാതെ ഈ ഒരു വശത്തായിട്ട് നമ്മളെ കിച്ചണിലേക്ക് വെന്റിലേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ മറുവശത്തായിട്ടും അതേ സൈസിൽ തന്നെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ബ്ലിൻസ് കർട്ടൻസ് ഒക്കെ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി അവിടുന്ന് ഈ ഒരു വശത്തായിട്ടും മുകളിൽ ഇതുപോലെ അപ്പർ ക്യാബിൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും അതത് സ്പേസ് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. താഴ്ഭാഗത്തായാലും ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട് കേട്ടാ. വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ, വുഡ് ഈ ഒരു കളർ കോമ്പിനേഷനിലൊക്കെ ആണ് കേട്ടോ നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. നല്ല രസം കേട്ടോ കാണാനായിട്ട്. ഇനി ഈ കിച്ചണിലെ സീലിംഗിലായിട്ട് നോക്കിയാൽ ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് പുറത്തേക്കായിട്ട് ഒരു കുഞ്ഞു വർക്ക് ഏരിയ കൂടി വരുന്നുണ്ട്. 450-120 സൈസിലാണ് കേട്ടോ ഈ വർക്ക് ഏരിയ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വാളിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗം ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. ആ വാളിലായിട്ട് തന്നെ ഒരു വിൻഡോയും വരുന്നുണ്ട്. ഇനി അവിടുന്ന് പുറത്തേക്കുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഭാഗത്ത് നമ്മുടെ ഈ വർക്ക് ഏരിയയിലേക്ക് വെന്റിലേഷൻ കിട്ടുന്ന തരത്തിൽ വലിയൊരു വിൻഡോ തന്നെ കൊടുത്തിട്ടുണ്ട്. ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് വരുന്നത്. കൂടാതെ ആ ഭാഗത്തായിട്ട് തന്നെ ഇവിടുത്തെ ഒരു ബാത്റൂമും വരുന്നുണ്ട്. ബാത്റൂമിന്റെ ഡോറൊക്കെ വന്നിട്ട് FRP ആണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഒത്തിരി സൗകര്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ബാത്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത്. 240-160 ആണ് കേട്ടോ ഈ ബാത്റൂമിന്റെ സൈസ്. ഇനി അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് കേട്ടോ സിങ്കും അതുപോലെ തന്നെ അടുപ്പൊക്കെ വരുന്നത്. ഇവിടെ കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു റാക്ക് വരുന്നുണ്ട്. അതിലായിട്ട് അത്യാവശ്യം വലിയ രീതിക്ക് തന്നെ സിങ്കും ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഭാഗത്തായിട്ട് അടുപ്പും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് ഇതുപോലെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതേ കിച്ചണിലൊക്കെ മൊത്തത്തിലുള്ള വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ. ശേഷം നമ്മൾ തിരിച്ച് ഹാളിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഗ്രൗണ്ട് ഫ്ലോർ ആകെ മൊത്തം 2650 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ സ്റ്റെയർ കേസ് നോക്കുകയാണെങ്കിൽ തേക്കിന്റെ വുഡ് കൊണ്ടാണ് കേട്ടോ ഈ സ്റ്റെയർ കേസ് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ ആയാലും അതുപോലെ തന്നെ ഹാൻഡ് റെയിലിംഗ് ഒക്കെ മൊത്തത്തിൽ വുഡ് തന്നെയാണ്. നമ്മളിത് ഇങ്ങോട്ട് കയറി വരുമ്പോഴേ ഈ ഭാഗത്തായിട്ടുള്ള ഷോവാളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ നല്ല ഭംഗിയിൽ തന്നെ ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ വോളിലായിട്ട് തന്നെ മനോഹരമായ ഒരു ക്ലോക്കും കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മളിത് സ്റ്റെയർ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വിൻഡോയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ആ വിൻഡോനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ പ്രൊഫൈൽ ലൈറ്റ്സും കൂടാതെ റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് വരുന്നത്. അതിന്റെ 2 വശത്തായിട്ടും നല്ല ഭംഗിയിൽ തന്നെ വോൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡൈനിങ്ങിന്റെ ആ ഒരു ഏരിയ ഡബിൾ ഹൈറ്റിലല്ലേ വരുന്നത്. ആ ഭാഗത്തെ സീലിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മുകളിൽ നിന്ന് നമുക്ക് അതൊന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണാട്ടോ. എത്ര മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ ആണെന്ന് അറിയോ ആ കൊടുത്തിട്ടുള്ളത്. താഴേന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ മുകളിൽ എത്തിയാലും ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സീലിംഗിലെ ഡിസൈനും ആ ഒരു ഹാങ്ങിങ് ലൈറ്റും ഒക്കെ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഡിസൈൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ ഈ ഒരു ഹാളിന്റെ മൊത്തത്തിലുള്ള ലുക്ക് വന്നിട്ട് ഒരു ലക്ഷറി ലുക്ക് തന്നെയാണ്. വീടിന്റെ എക്സ്റ്റീരിയർ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു മിനിമൽ ലുക്കിൽ ചെയ്തെങ്കിലും ഇന്റീരിയർ ഇത്രയും അടിപൊളിയാവുന്നു ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി മുകളിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഫ്ലോർ വന്നിട്ട് 1540 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീടിന്റെ ഡിസൈൻ ഒക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പൊ നമ്മളിത് മുകളിലേക്ക് കയറിയപ്പോ ആദ്യം നോക്കുന്നത് ഇവിടുത്തെ ബാൽക്കണിയാണ് കേട്ടോ. ഞാൻ അവിടെ എത്തിയപ്പോത്തിന് ഒരാൾ അവിടെ നേരത്തെ തന്നെ വന്നിട്ട് സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നേ.
ഈ ഓപ്പൺ ടെറസൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അത്യാവശ്യം വലിയൊരു സ്പേസിലാണ് കേട്ടോ ഇവിടെ ബാൽക്കണി ചെയ്തിട്ടുള്ളത്. 582x255 സൈസിലാണ് ഈ ബാൽക്കണി വരുന്നത്. ഇവിടെ ബാൽക്കണിയിലായിട്ട് ഒരു പോർഷനിൽ നമ്മുടെ മാർബിൾ ഇല്ലേ അതന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തേക്കായിട്ട് പിന്നെ ഓപ്പൺ ടെറസ് ആയിട്ടാണ് വരുന്നത്. ഇനി നമ്മളിതാ ഇവിടെ ഫർണിച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ 6 ചെയർസ് ആണ് ടോട്ടൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വലിയൊരു ചെയർ വരുന്നുണ്ട് കേട്ടോ ഒരു സൈഡിലായിട്ട്. കൂടാതെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുളന്റെ 6 ചെയർസ് ആണ് വരുന്നത്. ഒരു ടീ ടേബിൾ കൂടെ വരുന്നുണ്ട്. ഇനി നമ്മൾ തിരിച്ച് ഹാളിൽ തന്നെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ കാണുന്ന ഒരു ഡോറില്ലേ അത് ഇവിടുത്തെ ജിമ്മാണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഫർണിച്ചേഴ്സ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഇതാ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അതാണ് കേട്ടോ നമ്മളിപ്പോ നോക്കുന്നത്. 450x260 ആണ് കേട്ടോ നമ്മുടെ ആ ജിം റൂമിന്റെ സൈസ് വന്നിട്ട്. ഇനി ഈ ബെഡ്റൂമിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ 403x572 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇത്. ഇവിടെ ഒരു ഫാമിലി റെഡിമെയ്ഡ് കൂട്ട് വരുന്നുണ്ട്. അതിന്റെ ബാക്ക് വാളിലായിട്ട് നല്ല ഭംഗിയിലൊരു വാൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു വശത്തായിട്ട് വിൻഡോ വരുന്നുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലൊക്കെ ആണ് കേട്ടോ വരുന്നത്. സ്ലൈഡിംഗ് ഡോർ ആണ്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ സൈഡ് ടേബിളും മിററും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ സീലിംഗിലെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ വന്നിട്ട് വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിലാണ് വരുന്നത്. ഇനി ഈ റൂമിൽ നോക്കിയാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വുഡിന്റെ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല കേട്ടോ ഇവിടെയും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഒരു വാർഡ്രോബും ബാത്റൂമും ഈ ഒരു ഏരിയയിലായിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോ നേരത്തെ കണ്ട ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് വാർഡ്രോബ് വരുന്നത്. ഇനി നമ്മുടെ ബാത്റൂം വന്നിട്ട് നോക്കുകയാണെങ്കിലും നമ്മൾ താഴെ റൂമിലൊക്കെ കണ്ടില്ലേ ആ ഒരു സെയിം മോഡൽ തന്നെയാണ് കേട്ടോ. വാഷ് ബേസിനും മിററൊക്കെ ഒരു കോർണറിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ 150x260 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വരുന്നത്. അപ്പൊ നമ്മളിത് വീണ്ടും തിരിച്ചിവിടെ ഹാളിൽ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ലിവിംഗ് ഏരിയ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഫർണിച്ചേഴ്സ് ഒന്നും വരുന്നില്ല. നമ്മൾ ബാൽക്കണിയിലേക്ക് പോകൂലേ ആ ഒരു ഭാഗത്ത് ഈ ഡോറിനോട് ചേർന്നിട്ട് നല്ല ഭംഗിയിലൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ ആയിട്ട് ഒരു 3 സീറ്റർ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ 2 വശത്തായിട്ടും 2 സിംഗിൾ സോഫ സീറ്ററും വരുന്നുണ്ട്. അതിന്റെ ബാക്ക് വോളിലായിട്ട് ഇതാ ഒരു വിൻഡോ വരുന്നുണ്ടല്ലോ. അതിലൊക്കെ റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. കൂടാതെ ഇത് ഇവിടെ ആയിട്ട് ഒരു കട്ടിൽ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു സീലിംഗിലായിട്ട് നീളത്തിൽ ഇതുപോലെ പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ ആ കട്ടിലിനോട് ചേർന്നുള്ള ആ വോളിലായിട്ട് നല്ല ഭംഗിയിലൊരു വോൾ ലൈറ്റും. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വുഡിന്റെ ഒരു സീറ്റർ വരുന്നുണ്ട്. കൂടാതെ ആ ഒരു വോളിലായിട്ട് നല്ല ഭംഗിയിലൊരു വോൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടില് ടോട്ടല് 5 ബെഡ്റൂം ആണ് കേട്ടോ വരുന്നത്. താഴെ നമ്മൾ 3 ബെഡ്റൂം കണ്ടില്ലേ, മുകളിലായിട്ട് 2 ബെഡ്റൂമും വരുന്നുണ്ട്. അപ്പൊ നമ്മളിത് ഇപ്പൊ 5ാമത്തെ ബെഡ്റൂമിലാണ് കേട്ടോ നിൽക്കുന്നത്. 450x390 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം വരുന്നത്. ഇവിടെ വന്നിട്ട് റെഡിമെയ്ഡ് ഫാമിലി കോട്ടാണ്. വുഡിന്റെ കോട്ട് തന്നെയാണ് കേട്ടോ. ബാക്ക് വാളിലായിട്ട് 2 വശത്തായിട്ടും 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. അതിന് നടുക്കായിട്ട് തന്നെ നല്ല ഭംഗിയിലൊരു വോൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ഇവിടെ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് ഒക്കെ വന്നിട്ട്. ഇനി നമ്മുടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വോളിൽ നോക്കിയാൽ അവിടെ ആയിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്ലൈഡിംഗ് ഡോർ ആണ് കേട്ടോ വരുന്നത്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു സൈഡ് ടേബിളും സർക്കിൾ മിററും കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ സീലിംഗിലെ ഡിസൈൻ നോക്കിയാൽ വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിലാണ് വരുന്നത്. നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയും സെപ്പറേറ്റ് ആയിട്ട് വാർഡ്രോബും ബാത്റൂമും ഇതുപോലൊരു ഏരിയയിലാണ് കേട്ടോ വരുന്നത്. അപ്പൊ അവസാനമായിട്ട് നമുക്കിത് ഇവിടുത്തെ ബാത്റൂം നോക്കുകയാണെങ്കിൽ 255x167 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഒക്കെ കണ്ട പോലെ തന്നെ സെയിം ഡിസൈനിലും സെയിം ടൈലൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വശത്തായിട്ട് വാഷ് ബേസിനും മിററും കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ഡോക്ടറും വൈഫൊക്കെ അബ്രോഡ് സെറ്റിൽഡ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഫിറ്റ്നസ് റൂമൊന്നും ഇവിടെ സെറ്റ് ചെയ്യാത്തത്. ഈ വീട്ടിനുള്ളിൽ കയറിയാലും നമ്മൾ ടൈം പോകുന്നത് അറിയില്ല കേട്ടോ. അത്രക്കും ഭംഗിയുണ്ടേ കാണാൻ. അപ്പൊ എങ്ങനെയാ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളൊരു ലൈക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊരു ഒത്തിരി സപ്പോർട്ടാണ് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്ന് കരുതി ഇനിയിപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കേണ്ട. പറ്റുകയാണെങ്കിൽ അതും ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.